ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് അരുൺ രമേശ്. തമ്പനയിലുള്ള പോലെ എൻ്റെ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് എന്ന രീതി മീൻസ് ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു മാസവും 10 ദിവസവുമായിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കഴിഞ്ഞ മെയ് 26-നാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടന്നത്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസവും 10 ദിവസമായിട്ടുണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് സൗദി അറേബ്യയിലാണ്. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം കഴിഞ്ഞ ജൂണ് 15 തിരിച്ചെത്തിയായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് സൗദി അറേബ്യയിലാണ്. അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടിലോട് ഉദ്ദേശിക്കുന്നത് തമ്പനയിൽ പറഞ്ഞ പോലെ എൻ്റെ ഷെഡിങ് പീരീഡാണ് കറക്റ്റ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഇപ്പം എൻ്റെ ഷെഡിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇത്രയും ഏരിയയിലാണ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അത്രയും ക്ലിയർ ആയിട്ട് കാണാം. നല്ല രീതിയിൽ ഷെഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് പറഞ്ഞതുപോലെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എൻ്റെ പഴയ ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ആ ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടെ ഇട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഷെഡിങ് പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഏകദേശം ഒരു 2 മാസത്തോടു കൂടി കംപ്ലീറ്റ് ഷെഡിങ് ആകുമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷമാണ് പുതിയ ഗ്രോത്ത് വരുന്നതെന്ന് വിചാരിക്കുന്നു. കാര്യം ഇപ്പം ഞാനിത് ക്ലിയർ ആയിട്ട് പറയുന്നത് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഷെഡിങ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്, ഇത് വെച്ച മുടി മൊത്തം പൊഴിഞ്ഞു പോയല്ലോ, ഇനി വരുത്തില്ലല്ലോ എന്നുള്ളൊരിതുണ്ട്. അപ്പം അങ്ങനെയല്ല, ഷെഡിങ്ങിന് ശേഷമാണ് നമുക്ക് വെച്ച ഗ്രാഫ്റ്റിലുണ്ടായിരുന്ന മുടി പൊഴിഞ്ഞു പോയതിന് ശേഷം പുതിയ ഫ്രഷ് മുടി വരുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പല വീഡിയോകളിലും ഞാൻ കണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് ഷെഡിങ് എന്നുള്ള സാധനം നമ്മൾ മുൻകൂട്ടി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല. കാര്യം ഞാനിപ്പോഴും ഷെഡിങ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പുതിയ മുടി വരാൻ പോവുകയാണല്ലോ, ഇത് പൊഴിഞ്ഞു പോയെങ്കിൽ നമ്മുടെ ഫ്രഷ് കറക്റ്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മുടി വരത്തുള്ളൂ എന്ന് നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് ആയാലും എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതുപോലെ നിങ്ങൾക്കറിയാം സൗദി അറേബ്യ ഇപ്പോൾ കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ നല്ല സമ്മർ സീസണാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യണം. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ്, ഷവർ ബാത്ത് പറ്റത്തില്ല. അതെല്ലാം ഞാൻ കഴിഞ്ഞ മുൻ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഒത്തിരി ലെങ്ത് ആയിപ്പോകും വീഡിയോ. അപ്പം ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കണ്ട് ഇത് മൊത്തം ഫുൾ ഇത് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ട് ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽസ് തന്നു പോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഇനി മുന്നോട്ടും എൻ്റെ ഓരോരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം ഒത്തിരി പേര് ട്രാൻസ്പ്ലാന്റിനെ പറ്റി ഒരുപാട് ഡൗട്ടുകളോടുകൂടി ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കാര്യം അവർ ചെയ്യണോ വേണ്ടയോ എന്ന് ഉള്ള ഡൗട്ടുകളോടുകൂടി പേടിയോടുകൂടി ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറയുവാണ്, എനിക്കിതുവരെ ദൈവം സഹായിച്ച് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ ഗുണം കൊണ്ടായാലും എനിക്കിതുവരെ ഒരു സൈഡ് എഫക്റ്റുകളും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ ഒരു പെയിനും ഇല്ല. നിങ്ങൾക്കിപ്പോൾ കാണാം, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം എൻ്റെ ഇത് കാണുന്നുണ്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിട്ട്? കാര്യം അവിടെ മുടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണെന്ന്. ഇപ്പോൾ ഇൻ കേസ് എൻ്റെ ബാക്കിലാണെങ്കിലും ഈ ബാക്ക് പോർഷൻ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം, ഫോട്ടോ ഇട്ടുതരാം ഇതിൻ്റെ താഴെയായിട്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക എൻ്റെ ഇത്. കാര്യം എൻ്റെ സ്കിന്നല്ല ഇപ്പോൾ കറക്റ്റ് പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ഒരേപോലെ ആയിട്ടുണ്ട്. ഒരു കളർ വ്യത്യാസങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ എല്ലാം ഇതായിട്ടുണ്ട്. പിന്നെ വേറെ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും പെയിനൊന്നും വന്നിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. വൈറ്റമിൻ D3 ടാബ്ലറ്റും പിന്നെ ഈ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മീൻസ് ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ടാബ്ലറ്റ്സും പിന്നെ സീറംസ് 2 സീറംസ് ഉണ്ട്. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്ക് നല്ല രീതി ക്യാപ്പ്, നല്ല വൃത്തിയുള്ള ക്യാപ്പും നല്ല സ്മൂത്തായിട്ടുള്ള ക്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഡോക്ടർ എന്ത് പറഞ്ഞു അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു PRP ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം നാട്ടിൽ പോയി PRP ചെയ്യുക എന്നുള്ളത് നല്ല എക്സ്പെൻസീവാണ്. ഇൻക്ലൂഡിങ് ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എല്ലാം കൂടെ ചെയ്ത് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. അത് തന്നെയല്ല, സൗദി അറേബ്യയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ ഇതുപോലത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ള ഈ ക്ലിനിക്കുകളുടെ ബ്രാഞ്ചുകളൊന്നും
സൗദി അറേബ്യയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കാര്യം അതിൻ്റെ ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ക്ലിനിക്കുണ്ട്. ക്ലിനിക്കല്ല, ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അവിടെ GFC ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. GFC ഉണ്ട്, PRP ഉണ്ട്, ബയോട്ടിൻ PRP എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ PRP കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ വെക്കേഷന് പോകുമ്പം ഞാൻ ചെയ്ത ക്ലിനിക്കിൽ പോയി GFC ചെയ്യാനും എനിക്കൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഞാൻ പല വീഡിയോയിലും പല ഡൗട്ടുകൾ, ഇപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിലായാലും ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഏത് ടെക്നോളജിയാണ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ പഴയ വീഡിയോയിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ലോങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ മുഴുവനും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫുള്ള് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം എങ്കിലും ഞാൻ പറയുവാണ്, ഞാൻ ചെയ്തത് ആർറ്റീവ് FE സഫയർ എന്ന് പറയുന്ന മെത്തേഡ് ടെക്നോളജിയാണ് ചെയ്തത്. ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഗ്രാഫ്റ്റിന് ഏകദേശം 35 റിയാൽ, മീൻസ് സഫയറിന് സെപ്പറേറ്റ് പൈസയാണ്. സഫയറിന് ഏകദേശം ഒരു 20,000 ഞാൻ കൊടുത്തത് ആ സമയത്ത്, സഫയർ ടെക്നോളജിക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ RTFUക്ക് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ്റ്റിന് 35 രൂപ എന്ന നിരക്കിലാണ് ഞാൻ ചെയ്തത്. 2700 ഗ്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. എന്ന് പറഞ്ഞാൽ ഷെഡിങ് പീരീഡ്, ഫാളിങ് പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഒരു സൈഡ് എഫക്റ്റുകളും എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ചാലും ക്ലിനിക്കിൻ്റെ ഗുണം കൊണ്ടായാലും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മുടിയും എൻ്റെ സ്കിന്നും എല്ലാം പഴയ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന പോലെ ഈ ഫാളിങ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്രയാണുള്ളത്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് എവിടെയാണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൈസും നിങ്ങൾക്ക് വിശ്വാസമുള്ളതായ ക്ലിനിക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പോയി ചെയ്യുക. കാര്യം നിങ്ങൾക്ക് എനിക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഷുവറായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, കൃത്യമായി ചെയ്യുന്ന ക്ലിനിക്കുകളും നല്ല വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും സർജറി ചെയ്യുന്ന ടീമും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഈ സെക്കൻഡ് പാർട്ടിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ഷെഡിങ് പീരീഡ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ള് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുട്ട് പോലെ ചെറിയ പോയിന്റുകളുണ്ട്. അതെല്ലാം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയ. അപ്പോൾ അവിടെ കഴിഞ്ഞാണ് ഇനി പുതിയ മുടി കിളിച്ചു വരുന്നതെന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞ അങ്ങനെയാണ്. ഷെഡിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ഫ്രഷ് മുടി. ഇങ്ങനെ നമ്മൾ ഇപ്പം മുടി പൊഴിഞ്ഞു പോയതുകൊണ്ടല്ലേ ഞാൻ കാണിക്കാൻ. ഇങ്ങനെ നമ്മൾ മുടി നിന്ന സമയത്ത് ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ അതുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. സോറി, ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. കാരണം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുടി ഇരിക്കുന്നുണ്ടോ, അത് ഈ വെച്ച മുടിയാണ് പൊഴിഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടി നല്ല രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കൈ വെക്കുമ്പം അത്യാവശ്യം ഇപ്പോഴും ഈ മുടി പൊഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ക്ലിയറായിട്ട് ഇത് ഫോട്ടോ എടുത്ത് ഞാൻ അയക്കുന്നുണ്ട്. അപ്പം ഡോക്ടറും പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഷെഡിങ് പീരീഡാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് മുടി വരും. അപ്പോൾ ഫ്രഷ് മുടി വരുന്നതും ഇനിയുള്ള മാറ്റങ്ങളും ഓരോ സമയത്തിന് ശേഷം ഇപ്പോൾ 1 മാസം 10 ദിവസമായിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞ് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇതുപോലെ വീഡിയോയിൽ എൻ്റെ പുതിയ പാട്ടിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ അപ്ഡേറ്റുമായി ഞാൻ എൻ്റെ അടുത്ത പാട്ടിൽ തീർച്ചയായും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.